ഇന്നത്തെ എക്സാമിന് 100% ഷുവർ മക്കളെ ഇത് ചോദിക്കാൻ നിങ്ങളുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകില്ല. 100% ഷുവർ ആയിട്ട് നിങ്ങളുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്ന ചോദ്യമാണ് മക്കളെ. ശ്രദ്ധിച്ച് കേട്ടോ, ബ്രെയിൻ ആണ്. ഓക്കെ, ബ്രെയിൻ എന്ന് പറയുന്ന ഈ ഫിഗർ തന്നിട്ട് ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും മക്കളെ. ശ്രദ്ധിച്ചിരിക്കുക. ബ്രെയിനിന്റെ ഫിഗർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലേബിൾ ചെയ്യാനാണ് പറയാം കേട്ടോ. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐഡന്റിഫൈ ദി പാർട്സ് ABC indicated in the diagram, name the parts and write the functions. മക്കളെ, അത് ഈ ഡയഗ്രത്തിൽ 4 ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഭാഗത്തെ തിരിച്ചറിയാനും അവയുടെ ധർമ്മങ്ങൾ എഴുതാനും പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം മക്കളെ. എ എന്ന് പറയുന്ന ഭാഗം എല്ലാവരും ശ്രദ്ധിക്കൂ. എ എന്ന് പറയുന്ന ഭാഗം തലാമസ് ആണ്. ചിത്രത്തിൽ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. എ എന്ന് പറയുന്ന ഭാഗം തലാമസ് ആണ്. തലാമസ്. ഓക്കെ, തലാമസ് എന്ന് പറയുന്ന ഭാഗം ബ്രെയിനിന്റെ എന്ത് ഫംഗ്ഷൻ ചെയ്യുന്നു? തലാമസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ്. തലാമസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ്. അല്ലെ, തലാമസ് ഇമ്പൾസിന്റെ റിലേ സ്റ്റേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഭാഗം സെറിബെല്ലം ആണ്. സെറിബെല്ലം. ബി എന്ന് പറയുന്ന ഭാഗം സെറിബെല്ലം ആണ് മക്കളെ. സെറിബെല്ലം. സെറിബെല്ലം നമ്മളുടെ ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓക്കെ, ബോഡി ബാലൻസ് അല്ലെങ്കിൽ ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സി ഭാഗം, സി എന്ന് പറയുന്നത് പോൺസ് ആണ്. സി എന്ന് പറയുന്ന ഭാഗം പോൺസ് ആണ്. പോൺസ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ വെന്റിലേഷൻ റേറ്റ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വെന്റിലേഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി 4ാമത്തെ ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ. ശ്രദ്ധിക്കുക, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മളുടെ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സെറ്റ് അല്ലേടാ? സോ ബ്രെയിനിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉഷാറാക്കിയിരിക്കുക കേട്ടോ.